വിഴിഞ്ഞത്തെ MD സ്ഥാനത്ത് നിന്നും ദിവ്യ SIയെ മാറ്റിയതിനെ കുറിച്ച് ഒരു പ്രസ്താവന ഇന്നലെ KK ശൈലജ നടത്തിയിരുന്നു. പക്ഷേ അത് ഒരു എന്തോ ഒരു ബാഹ്യമായ ഇടപെടൽ കൊണ്ട് ഇന്ന് അത് ശൈലജ ടീച്ചർ തിരുത്തിയിട്ടുണ്ട്. ഈ ഒരു CPM-ന്റെ കണ്ണുരുട്ടൽ കൊണ്ടായിരിക്കാം ഈ ഒരു ശൈലജ ടീച്ചറുടെ പെട്ടെന്നുള്ള ഒരു ഉരുണ്ടുമറിച്ചിൽ അല്ലേ? ഇപ്പോൾ ഉരുണ്ട് പറിച്ചിൽ എന്നതിനേക്കാൾ ഉപരി ഞാനതിനെ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ പാർട്ടിയിൽ പൊട്ടിത്തെറിയൊന്നും ഇല്ല, പാർട്ടിയിൽ അങ്ങനെ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ല എന്ന് പറയാനുള്ളൊരു ടെൻഡൻസിയാണ് ഉണ്ടാകുന്നത്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇന്നലെ 2-3 സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ. CPM-നുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഒരാൾ ഒന്ന് പറയുന്നു, മറ്റൊരാൾ വേറൊന്ന് പറയുന്നു. അതുപോലെ പാർട്ടിക്കുള്ളിൽ ഒരു ഐക്യമില്ല എന്നൊരു തോന്നൽ പുറത്തേക്ക് വന്നു. ഇത് മാധ്യമങ്ങൾ കൃത്യമായി ഗ്രാസ്പ് ചെയ്തെടുക്കുകയും ചെയ്തു, അത് നറേറ്റ് ചെയ്യുകയും ചെയ്തു, കൃത്യമായി പുറത്തേക്ക് വിടുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിക്കുള്ളിൽ ഒരു അലേർട്ട്നെസ് ഉണ്ടാകുന്നു. അപ്പോൾ KK ശൈലജ ടീച്ചർക്ക് നിർദ്ദേശം നൽകുന്നു, ടീച്ചറെങ്കിലും ഒന്നും മിണ്ടാതിരിക്കണം എന്നുള്ളൊരു ഇതുണ്ടാകുന്നു. ഇപ്പൊ പിണറായിയോടോ MV ഗോവിന്ദൻ മാഷിനോടോ പറയാനുള്ള ധൈര്യം ചിലപ്പോൾ പലർക്കും ഉണ്ടാകില്ല. അതുകൊണ്ടായിരിക്കാം KK ശൈലജ ടീച്ചർ ഒന്നിൽ പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ സ്വയം ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് പറയുകയാണ്, പാർട്ടിയിൽ അത്തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് അങ്ങനെയല്ല പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അത് തന്നെയാണ് പുള്ളിക്കാരി പറയുകയും ചെയ്തത്. അതായത് IAS-കാരെ മാറ്റുന്നത് സ്വാഭാവികമായി സർക്കാരുകൾ മാറുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്, അതിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങും ഇങ്ങും തൊടാതെ ഉള്ളൊരു നയമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു, ഈ പറയുന്നത് പോലെ പാർട്ടിക്കുള്ളിൽ ശരിക്കും വലിയ പ്രശ്നങ്ങളുണ്ട് എന്നതിന്റെ സൂചന തന്നെയാണിത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിഫെൻഡ് ചെയ്ത് വരിക, ഇതിനെ ന്യായീകരിച്ച് പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് ഈ പറഞ്ഞ നേതാക്കളുടെ അജണ്ടയിലുള്ളതേ അല്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തമ്മിൽ തല്ലുണ്ട്, പൊട്ടിത്തെറിയുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പടലപ്പണക്കങ്ങളുണ്ട് എന്നുള്ള കാര്യം പൊതുജനം അറിയരുത് എന്നുള്ളൊരു ശാഠ്യം അവർക്കുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിലെ 1-2 പേരുടെ തീരുമാനമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള CPM പ്രവർത്തകരുടെ വേദവാക്യം. പക്ഷേ അതിന് ഒരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം. പക്ഷെ അത് ഏറ്റവും അതിൻ്റെ ഗ്രാവിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വിവാദ വിഷയങ്ങളിൽ ഓരോരുത്തർ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ ഒരു വിഭാഗം ഈ ഒരു പിണറായി വിജയനോടെയാണെങ്കിൽ, ഒരു വിഭാഗം MA ബേബിക്കൊപ്പം, അല്ലെങ്കിൽ ഒരു വിഭാഗം KK ശൈലജ ടീച്ചർക്കൊപ്പം, അല്ലെങ്കിൽ ഒരു വിഭാഗം ജയരാജനൊപ്പം, അല്ലെങ്കിൽ ചിലർ ഈ ഒരു വിമതരായി പുറത്തുപോയ മറ്റേ നമ്മുടെ V കുഞ്ഞികൃഷ്ണനാവട്ടെ, TK ഗോവിന്ദനാവട്ടെ, അല്ലെങ്കിൽ G സുധാകരനാവട്ടെ ആവട്ടെ, ഇതുപോലുള്ള കുറച്ച് പേരിൽ ഇങ്ങനെ CPM പാർട്ടി സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതൊന്നും പുറത്തേക്ക് അറിയരുത് എന്നുള്ളൊരു വ്യഗ്രത ഈ സംസ്ഥാന നേതാക്കൾക്കും, അല്ലെങ്കിൽ MV പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനുമുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഒരു ഭീഷണിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ കണ്ണുരുട്ടലുകളോ പ്രത്യക്ഷമായും പരോക്ഷമായും ഈ ഒരു പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാകും. അത് തന്നെയാണ് CPM-നുള്ളിലെ ചേരി തിരിയുന്നുണ്ട്, 2 ചേരിയായി മാറുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ പതനത്തിന് കാരണം ഇപ്പോൾ ഈ പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങിയതാണ് ഈ പതനത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. അതിനുശേഷം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിനുശേഷം പോലും പാർട്ടിക്ക് തിരുത്താനുള്ളൊരു സമയമുണ്ടായിരുന്നു. അതായത് അന്നത്തെ ഇടതുപക്ഷ CPM-ന്റെ കടുത്ത ആരാധകർ പറഞ്ഞിരുന്നത്, തിരിച്ചു വരാൻ കഴിയാത്ത ദൂരം ഇതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സ്ലോഗനൊക്കെ പറഞ്ഞൊരു കാലമുണ്ടായിരുന്നു. അതിൽ നിന്ന് ഈ പറയുന്ന പോലെ 6 മാസം മതിയായിരുന്നു ഈ പറഞ്ഞ പടുകുഴിയിൽ നിന്ന് തിരിച്ചു വരാൻ. വീണ്ടും കുഴിയിലേക്ക് വീഴുമെന്ന് പാർട്ടി വിചാരിക്കുന്നില്ല. അതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇപ്പോൾ പിണറായി വിജയനും MV ഗോവിന്ദനും, അല്ലെങ്കിൽ മുതിർന്ന നേതൃനിരയിലുള്ള വ്യക്തികൾക്കാണ് പ്രശ്നമുള്ളത്, അല്ലെങ്കിൽ അവർ കാരണമാണ് ഈ തെറ്റുണ്ടായതെന്ന് എല്ലാവരും ഈ പറഞ്ഞ ബ്ലെയിം ഇടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പാർട്ടിക്ക് ഒന്നടങ്കമാണ് തെറ്റുപറ്റിയത്. ഈ പറയുന്ന സംഭവത്തിൽ KK ശൈലജ ടീച്ചർക്കും, ഈ പറഞ്ഞ KK രാഗേഷിനും, EP ജയരാജനും, MV ജയരാജനും, ഈ പറഞ്ഞ എല്ലാവർക്കും, പാർട്ടി അനുയായികൾക്ക് പോലും പങ്കുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇടതുപക്ഷ പാർട്ടികളുടെ CPM-ന്റെ പ്രത്യേകിച്ച് ഒരു പ്രചാരണ രീതി, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രീതി എന്ന് പറയുന്നത് ഇതായിരുന്നില്ല. ഓരോ വീട്ടിലും കയറി ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിച്ച് എന്താണ് ജനങ്ങൾക്ക് വേണ്ടത്, എന്താണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്താണ് ജനങ്ങൾക്ക് പറ്റിയത് എന്നുള്ളതിനെ പറ്റി ഒരു ഗ്രാഹ്യമുണ്ടാക്കാൻ എല്ലാ തലത്തിലും, ഇപ്പോൾ ജില്ലാ തലത്തിലായിക്കോട്ടെ, ഏരിയ തലത്തിൽ എല്ലാവർക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എല്ലാവരും ഉത്തരവാദികളാണ്. ഇവർക്കെല്ലാം ബ്ലെയിം ചെയ്യാൻ ഒരു മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാഷും ഉള്ളതുകൊണ്ട് ഇവരെല്ലാം ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നടക്കുന്നത് അത് തന്നെയാണ്. അവരുടെ തലയിലേക്ക് ബ്ലെയിം ഇട്ടുകൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു രീതി പലരിലും കാണുന്നുണ്ട്.
അതിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഈ പറഞ്ഞ വോട്ടെണ്ണൽ കഴിഞ്ഞ് തീരുന്നതിന് മുൻപ് ജനം അരാഷ്ട്രീയവാദികളാണെന്ന് പ്രഖ്യാപിച്ച എം സ്വരാജ് അടക്കമുള്ള സഖാക്കൾ ഈ പറഞ്ഞ മുതിർന്ന നേതൃത്വത്തെ ബ്ലെയിം ചെയ്തുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. സാധാരണ അണികൾ എന്ത് ചെയ്യുകയായിരുന്നു, സഖാക്കൾ എന്ത് ചെയ്യുകയായിരുന്നു, ഇവർ എന്തുകൊണ്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ വീടുകളിൽ പോയി ഈ പറഞ്ഞ ഡേറ്റ കളക്ട് ചെയ്തില്ല? കോൺഗ്രസ്സുകാർക്ക് കിട്ടിയ സമയം തന്നെ അല്ലേ ഈ പറഞ്ഞ CPM-കാർക്കും കിട്ടിയത്? ഇവർക്ക് എന്തുകൊണ്ട് അത് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുകയില്ലേ? അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്ന് നേതൃമാറ്റമാണ് ഞങ്ങൾക്ക് വേണ്ടത്, നേതൃമാറ്റം ഉണ്ടായാൽ ഇപ്പൊ ഞങ്ങളങ്ങ് മറിക്കും എന്ന് പറയുന്നവർ എന്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കേണ്ടി വരും. അപ്പോൾ CPM-ൽ ഇപ്പോൾ ശരിക്കും ഒരു പൊട്ടിത്തെറി തന്നെയാണ് നടക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പോൾ നേതൃമാറ്റത്തിന് തയ്യാറാകാത്ത മുതിർന്ന നേതാക്കൾ അതൊരു കോക്കസ് ഗ്രൂപ്പായിട്ട് ഫോം ചെയ്ത് വലിയ പ്രജാപതിമാരായിട്ട് അവിടെ ഇരിക്കുന്നു. ഈ പറഞ്ഞ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ഞങ്ങളല്ല ചെയ്തത്, അവരാ ചെയ്തത്, ഞങ്ങൾ എന്തോ ചെയ്യാനാന്നുള്ള രീതിയിൽ കൈ മലർത്തി കാണിക്കുന്നു. ഇവർ തമ്മിൽ ഒരു ഫ്രിക്ഷൻ കൃത്യമായി നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ കാണുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ. ഇപ്പോൾ KK ശൈലജ ടീച്ചർ ആണെങ്കിൽ പോലും KK ശൈലജ ടീച്ചറെ ഈ തെരഞ്ഞെടുപ്പിന്റെ പിക്ചറിൽ നിന്ന് തന്നെ മാറ്റി നിർത്താൻ ഒരു വലിയ അജണ്ട തന്നെ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവസാന നിമിഷം തോൽവിക്ക് ശേഷമാണ് അവർ പ്രതികരിക്കാൻ തയ്യാറായത്. ഇതാണ് CPM എന്ന പാർട്ടിയുടെ പ്രശ്നം എന്ന് പറയുന്നത്. അവർ നേരത്തെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ ആദ്യ ചുവട് വെക്കുമ്പോൾ തന്നെ ഇത് പറ്റില്ല എന്ന് പുറത്തു വന്ന് പറയാനുള്ള ആർജവം കാണിച്ചിട്ടില്ല. ഇപ്പോ നമ്മുടെ MV ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു, വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആരും തന്നെ അതിനെതിരെ സംസാരിക്കാൻ തയ്യാറായില്ല. തോൽവിക്ക് ശേഷം ഞങ്ങൾ അന്ന് പറഞ്ഞല്ലോ, ഇത് ചെയ്തത് കൊണ്ടല്ലേ ഞങ്ങൾ തോറ്റത് എന്ന് ചോദിക്കുന്നിടത്തും ഒരു പ്രശ്നമില്ലേ? ഈ പറഞ്ഞ നേതൃമാറ്റം ആവശ്യപ്പെടുന്നവർ ശരിക്കും പാർട്ടി മുഴുവൻ ഒന്ന് ഉടച്ചു വാർക്കേണ്ട സമയമായിരിക്കുന്നു. ഉടച്ചു വാർത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ CPM എന്ന പാർട്ടി നശിക്കാതിരിക്കുകയുള്ളൂ. അത് മാത്രമല്ല, ഈ KK രാഗേഷിന്റെ പ്രസ്താവന തള്ളിയാണ് ആദ്യം ഈ KK ശൈലജ ടീച്ചർ രംഗത്തെത്തിയത്. അപ്പോൾ ഈ KK രാഗേഷ് എന്ന് പറയുമ്പോൾ കണ്ണൂരിലെ പിണറായി വിജയന്റെ ഒരു നോമിനിയാണ്. അതായത് KK രാഗേഷിന് മുമ്പ് ജില്ലാ സെക്രട്ടറി ആവേണ്ട മറ്റൊരാളായിരുന്നു ആവേണ്ടത്. പക്ഷേ എന്താ പറയുക, പെട്ടെന്നൊരു ഇംപ്ലാന്റേഷൻ അവിടെ ആ ഒരു ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടന്നു. അതിന്റെ ഫലമായിട്ടാണ് KK രാഗേഷ് അവിടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് വന്നത്. ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പറയാത്ത എല്ലാ കാര്യങ്ങളും ഈ ഒരു ഇലക്ഷനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഇലക്ഷന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രസ്താവന പറയുന്ന ഒരാളാണ് KK രാഗേഷ്. എന്നിട്ടും അയാളെ തിരുത്താനോ അല്ലെങ്കിൽ അയാൾക്കെതിരെ ഒരു നടപടിയോ അല്ലെങ്കിൽ അയാൾ പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ പോലും ഇതുപോലെ ഒരു കണ്ണൂരിലെ സഹാക്കൾ ഇതുവരെ ഒരുമ്പെട്ടിട്ടില്ല. അപ്പോഴാണ് ഈ KK ശൈലജ ടീച്ചർ പരസ്യമായി ഈ KK രാഗേഷിനെ തള്ളി വരുന്നത്. അപ്പോൾ പിണറായി വിജയന്റെ ഒരു അതൃപ്തി ഈ ഒരു മനംമാറ്റത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് സ്വാഭാവികമായിട്ടും പാർട്ടിക്കുള്ളിൽ ഈ പറയുന്ന പിണറായി വിജയനാണെങ്കിലും അതൃപ്തി ഉണ്ടാകും. പക്ഷെ എനിക്ക് തോന്നുന്നു അതൃപ്തി ഉണ്ടെങ്കിൽ പോലും ഗോവിന്ദൻ മാഷിനാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും അത് പറയാനുള്ളൊരു സ്പേസ് ഇപ്പോൾ പാർട്ടിയിൽ ഇല്ല എന്ന് തോന്നുന്നു. ഇനി ഏകാധിപത്യം ഇവിടെ നടക്കില്ല, ഇനി ജനാധിപത്യപരമായി പാർട്ടി മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്നൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. പ്രവർത്തകർ അത്രത്തോളം രോഷാകുലരാണ്. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ കുമാരപുരം ഏരിയയിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അവിടെ മീറ്റിംഗ് കൂടി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, നേതൃത്വത്തിനെതിരെ സംസാരിക്കുന്നു. അങ്ങനെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും വലിയ പഠനം നടക്കേണ്ടിയിരിക്കുന്നു. പാർട്ടിക്കുള്ളിൽ പഠനം മാത്രം പോലെ ഈ പറയുന്ന പോലെ ഇരുന്ന് വിലയിരുത്തി വലിയ ഈ പറഞ്ഞ കടോൽക്കരമായ വാക്കുകൾ ഉപയോഗിച്ചതാണ് പ്രശ്നം എന്ന് പറയുന്നതിനേക്കാളും സൊല്യൂഷനിലേക്ക് ഇറങ്ങേണ്ടിയിരിക്കുന്നു, ജനങ്ങളിലേക്ക് ഇറങ്ങേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ CPM-ന് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ.